ഇപ്പോൾ ഞാനാണ് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇക്കാര്യം സുവ്യക്തമായി പറയുമ്പോൾ ഷഹീൻ ഷാ അഫ്രീദിക്ക് ഒരിടർച്ചയുമില്ല. പക്ഷേ ചോദ്യമുന്നയിക്കുന്നവർക്ക് വേണ്ടത് ഇതല്ലെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അതിനാലാണ് വിഷയം അതിവേഗം മാറ്റിയത്. പിന്നെ ചർച്ച പാകിസ്ഥാൻ ക്രിക്കറ്റായി, നാഷണൽ ചാമ്പ്യൻസ് കപ്പ് ടൂർണമെൻറ്റായി, 2027 വരാനിരിക്കുന്ന ക്രിക്കറ്റ് ലോകകപ്പായി, അങ്ങനെ നീണ്ടുപോയി. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യമുണ്ട്: പാകിസ്ഥാന്റെ ക്യാപ്റ്റനായി ഷഹീൻ ഷാ വാഴുമോ എന്ന്. ഏകദിന ലോകകപ്പിന് ഇനിയും 1 വർഷത്തിലേറെ ദൂരമുണ്ടെങ്കിലും പാകിസ്ഥാൻ ഒരു മുഴം ദൂരെയാണ്. പക്ഷേ ആഭ്യന്തര കലഹം രൂക്ഷമാണെന്നാണ് ടീമിനകത്തെ റിപ്പോർട്ട്. ക്യാപ്റ്റൻ ചർച്ചയാണ് ഇപ്പോൾ ടീമിന്റെ പ്രശ്നം. നായകന്മാർ വാഴാത്ത ക്രിക്കറ്റ് ടീം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനും തലവേദനയാണ്. ലോകകപ്പ് വരെ ഷഹീൻ ഷാ അഫ്രീദിയാകും ക്യാപ്റ്റൻ എന്നാണ് സൂചനയെങ്കിലും അതിനും ചെറിയ ട്വിസ്റ്റുണ്ട്. ബാബർ അസം വീണ്ടും വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ലെങ്കിലും ലോകകപ്പാവുമ്പോഴേക്ക് ബാബർ അസം എത്തിയേക്കുമെന്നാണ് വിവരം. നേരത്തെ 2025 ഒക്ടോബറിൽ മുഹമ്മദ് റിസ്വാനെ മാറ്റിയാണ് അഫ്രീദിയെ പാകിസ്ഥാൻ ഏകദിന ക്യാപ്റ്റനായി നിയമിച്ചത്. പക്ഷേ അതൊരു താൽക്കാലിക തിരഞ്ഞെടുപ്പാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. നായകന്റെ കാര്യത്തിൽ ഇപ്പോഴും അന്തിമ സ്ഥിരീകരണമായിട്ടില്ലെന്നതാണ് വരുന്ന വാർത്തകളെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. രാജ്യത്തെ അസ്ഥിരമായ രാഷ്ട്രീയം പോലെയാണ് ക്രിക്കറ്റിന്റെ കാര്യവും. വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. താരധാരാളിത്തം രാജ്യത്തെ ക്രിക്കറ്റിനുണ്ടെങ്കിലും പലപ്പോഴായി വന്ന പ്രതിസന്ധികൾ ടീമിനെ ഉലച്ചു കളഞ്ഞിരുന്നു. അതിനൊരു മാറ്റം വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇപ്പോൾ. നിലവിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിലും ലോകകപ്പ് തയ്യാറെടുപ്പുകളിലുമാണ് തന്റെ പൂർണ്ണ ശ്രദ്ധയെന്നാണ് അഫ്രീദിയുടെ വാക്കുകൾ. 2027 ഏകദിന ലോകകപ്പിന് മുന്നോടിയായി ത്രിരാഷ്ട്ര പരമ്പരകളും ഇംഗ്ലണ്ട് പര്യടനമടക്കം നിരവധി മത്സരങ്ങൾ പാകിസ്ഥാനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് മികച്ചൊരു സംഘത്തെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും. ഇനി ഷഹീൻ ഷാ അഫ്രീദിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെ വരാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളെന്ന് നോക്കാം. ഓഗസ്റ്റ് 11 മുതൽ 18 വരെ നടക്കുന്ന പാകിസ്ഥാനിലെ നാഷണൽ ചാമ്പ്യൻസ് കപ്പാണ് അഫ്രീദിയുടെ മുന്നിലുള്ള കടമ്പ. ലോകകപ്പിന് മുന്നോടിയായി പാകിസ്ഥാന് ആവശ്യമായ ശക്തമായൊരു ബെഞ്ച് സ്ട്രെങ്താണ് വളർത്തിയെടുക്കാൻ ടൂർണമെന്റ് സഹായിക്കുമെന്നാണ് അഫ്രീദിയുടെ ആത്മവിശ്വാസം. ഏതൊരു ലോകകപ്പിന് പോകുമ്പോഴും നേരിടുന്ന പ്രധാന വെല്ലുവിളി കളിക്കാരുടെ പരിക്കുകളാണ്. ലോകകപ്പിന് തൊട്ടുമുമ്പ് ഏതെങ്കിലും താരങ്ങൾക്ക് പരിക്കേറ്റാൽ പകരക്കാരെ പെട്ടെന്ന് ലഭ്യമാക്കാൻ ടൂർണമെന്റിലെ പ്രകടനങ്ങൾ സഹായിക്കുമെന്നാണ് ക്യാപ്റ്റന്റെ വാദം. അനുയോജ്യരായ പകരക്കാരെ കണ്ടെത്തുന്നത് ഇതോടെ എളുപ്പമാകുമെന്നും ഷഹീൻ ഷാ അഫ്രീദി പറയുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റിൽ താരങ്ങളെ വാർത്തെടുക്കാനും ടൂർണമെന്റിനാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. താരങ്ങൾക്ക് അവരവരുടെ മുൻഗണനാ സ്ഥാനങ്ങളിൽ കളിക്കാൻ അവസരം നൽകുമെന്നാണ് മറ്റൊരു കാര്യം. അങ്ങനെ അവസരങ്ങൾ ലഭിക്കേണ്ടതിന്റെ പ്രാധാന്യവും അഫ്രീദി പറയുന്നുണ്ട്. ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ പുതിയ അടവ് നയങ്ങളെയാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നതും. എല്ലാവർക്കും അവരവരുടെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ കളിച്ച് കഴിവ് തെളിയിക്കാൻ ടൂർണമെന്റ് അവസരം നൽകും. കളിക്കാരെല്ലാം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ലോകകപ്പ് തന്നെയാണ്. വ്യക്തിഗത പ്രകടനങ്ങൾക്ക് പുറമെ കളിക്കാരുടെ ഫിറ്റ്നസും പ്രകടനക്ഷമതയും സൂക്ഷ്മമായി വിലയിരുത്തപ്പെടും. ഷഹീൻ ഷാ അഫ്രീദി എന്ന ക്യാപ്റ്റൻ ആത്മവിശ്വാസത്തിലാണ്. ഗ്രൗണ്ടിന് പുറത്തെ ക്യാപ്റ്റൻ ചർച്ചയോ രാഷ്ട്രീയമോ ഒന്നും തങ്ങളെ ബാധിക്കുന്നില്ലെന്നാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപനമെന്നും ചേർത്ത് വായിക്കണം. അടുത്ത കാലത്ത് മോശം ഫോമും അസ്ഥിരമായ പ്രകടനവുമെല്ലാം മറന്നേക്കുമെന്നും ധ്വനിയുണ്ട്. ഇനി ഈയടുത്ത് പാകിസ്ഥാന്റെ ഏകദിന ക്രിക്കറ്റിലെ പ്രകടനങ്ങളെ നോക്കാം. ഷഹീൻ ഷാ അഫ്രീദി ക്യാപ്റ്റനായി കളിച്ച പ്രധാന മത്സരം ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. ഈ വർഷം മെയ്യിൽ റാവൽപിണ്ടിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ 5 വിക്കറ്റിന്റെ ജയത്തോടെയാണ് പാകിസ്ഥാൻ തുടക്കമിട്ടത്. ലാഹോറിലെ 2ാം മത്സരത്തിൽ പക്ഷേ ഓസ്ട്രേലിയ വിജയം നുണഞ്ഞു. ലാഹോറിലെ തന്നെ 3ാം മത്സരത്തിൽ അത് ശരിക്കും ഫൈനലായിരുന്നു. 4 വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന ജയമായിരുന്നു പാകിസ്ഥാന്റേത്. ബംഗ്ലാദേശിനോടേറ്റ പരമ്പര തോൽവിക്ക് ശേഷം ഓസീസിനെ കീഴടക്കിയത് പാകിസ്ഥാന് ആത്മവിശ്വാസമേറ്റിയിട്ടുണ്ട്. ബംഗ്ലാദേശിനോടേറ്റ വലിയ തോൽവികൾ ടീമിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ വർഷം മാർച്ചിലായിരുന്നു അത്. കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും ജയിച്ചത് ടീമിന് നേട്ടമായിരുന്നു. കാരണം അതിനു മുമ്പ് ന്യൂസിലൻഡിനോടും വെസ്റ്റ് ഇൻഡീസിനോടുമെല്ലാം തോറ്റത് വലിയ പ്രതിസന്ധിയായിരുന്നുവല്ലോ. സാഹിബ്സാദ ഫർഹാനും മാസ് സദക്കത്തും ബാബർ അസമും സൽമാൻ ആഗയും ഷഹീൻ ഷാ അഫ്രീദിയും അബ്രാർ അഹമ്മദും ഉൾപ്പെട്ട സംഘമാണ് പാകിസ്ഥാന്റെ കരുത്ത്. ബാബർ അസം ഏകദിന ക്രിക്കറ്റിൽ ലോകത്തെ എണ്ണം പറഞ്ഞ മികച്ച താരങ്ങളിൽ ഒരാളാണ്. ഏകദിന റാങ്കിങ്ങിൽ നിലവിൽ 6ാം സ്ഥാനക്കാരനാണ് ബാബർ അസം എന്നോർക്കണം. ആദ്യ 10 റാങ്കിലുള്ള ഏക പാകിസ്ഥാൻ ക്രിക്കറ്റ് താരവുമാണ് ബാബർ അസം. ടെസ്റ്റ് ക്രിക്കറ്റിലും ആദ്യ 10-ലുണ്ട് ബാബർ അസം. 20 റാങ്കിനിടയിൽ ഒരേയൊരു പാക് താരമേ ഉള്ളൂ, അത് ബാബർ മാത്രമാണ്. T20 ക്രിക്കറ്റിൽ 2ാം സ്ഥാനത്തുള്ള സാഹിബ്സാദ ഫർഹാനും വെടിക്കെട്ട് ബാറ്ററാണ്. പാകിസ്ഥാന്റെ ബൗളിംഗ് സംഘവും ശക്തമായ സംഘമാണ്. എക്കാലത്തെയും മികച്ച ബൗളിംഗ് യൂണിറ്റുള്ള ടീം കൂടിയാണ് പാകിസ്ഥാൻ. ക്യാപ്റ്റൻ ഷഹീൻ ഷാ തന്നെയാണ് ബൗളിംഗ് യൂണിറ്റിലെ നട്ടെല്ല്.
ഓസ്ട്രേലിയക്കെതിരായ പരമ്പര നേടിയതിലൂടെ ക്യാപ്റ്റൻ മികവും അയാൾ തെളിയിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാന ശക്തി പേസ് ബൗളിംഗ് തന്നെയാണ്. ഷഹീൻ ഷാ അഫ്രീദിക്ക് പുറമെ നസീം ഷാ, ഹാരിസ് റൌഫ് എന്നിവർ നയിക്കുന്ന അതിവേഗ പേസ് നിരയും അബ്രാർ അഹമ്മദ് ഉൾപ്പെടുന്ന സ്പിൻ ആക്രമണവും ടീമിന്റെ ബലമാണ്. ലോകകപ്പ് വരെ പേസ് ബൗളിംഗ് യൂണിറ്റ് കരുത്തുണ്ടായാൽ അത് പാകിസ്ഥാൻ ക്രിക്കറ്റിന് നല്ല കാലത്തേക്കുള്ള മടക്കത്തിന് കാരണവുമാകും. ഏകദിന ക്രിക്കറ്റിൽ ലോക 2ാം റാങ്കുകാരനായ ബൗളർ പാകിസ്ഥാന്റേതാണ് അബ്രാർ അഹമ്മദ്. 8ാം സ്ഥാനക്കാരനാണ് ക്യാപ്റ്റൻ ഷഹീൻ ഷാ അഫ്രീദി. ഹാരിസ് റൌഫും ആദ്യ 20-ലുണ്ട്. T20 ക്രിക്കറ്റിലും 2ാം സ്ഥാനക്കാരാണ് അബ്രാർ അഹമ്മദ്. 10ാം സ്ഥാനക്കാരനാണ് മുഹമ്മദ് നവാസും ടീമിന്റെ കരുത്തനാണ്. 15ാം സ്ഥാനത്തുള്ള സൽമാൻ മിർസയും പേരെടുത്ത താരമാണ്. ഇത്രയൊക്കെ മികച്ച താരങ്ങൾ ടീമിലുണ്ടെങ്കിലും ക്യാപ്റ്റൻ മാറുമോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട്. കാരണം ലോകകപ്പിലേക്ക് മികച്ച ടീമിനെ ഒരുക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ലക്ഷ്യം. അവിടെ നയിക്കാൻ മികവുള്ളൊരു ക്യാപ്റ്റൻ അത്യാവശ്യമാണ്. ഷഹീൻ ഷായെ മാറ്റി ബാബർ അസം വരുമോ എന്നത് കണ്ടറിയണം. കടലാസിലെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ ഇരുവരും കരുത്തരാണ്. നിലവിലെ ക്യാപ്റ്റനെ മാറ്റി ബാബറിനെ പ്ലേസ് ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം. പക്ഷേ ബാബറിനെ നായകനാക്കണമെന്ന ആവശ്യം ശക്തമാണ്. അതിനെ തമസ്കരിക്കാനുമാകില്ല. അതിനെല്ലാം മുമ്പ് നാഷണൽ ചാമ്പ്യൻസ് കപ്പ് നിർണായകവുമാണ്. കളിക്കാരിൽ പലർക്കും കരുത്ത് തെളിയിക്കാനുള്ള അവസരമാണിത്. ആ സാധ്യതയെ ആരൊക്കെ ഉപയോഗപ്പെടുത്തുമെന്ന് കണ്ടറിയണം. ഷഹീൻ ഷായുടെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ ഇനി വരാനിരിക്കുന്ന ഏകദിന മത്സരങ്ങൾ അദ്ദേഹത്തിന് നിർണായകമാണ്. ലോകകപ്പിന് മുമ്പ് അടുത്ത വർഷം ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര നടക്കാനുണ്ട്. അപ്പോഴേക്കും വീണ്ടും ക്യാപ്റ്റൻ മാറിയേക്കില്ലെന്നതാണ് സൂചന. ഒന്നും പറയാനാവില്ല. പാകിസ്ഥാനാണ്. രാഷ്ട്രീയവും ക്രിക്കറ്റും അങ്ങനെയെല്ലാം ഞൊടിയിടയിൽ മാറ്റങ്ങൾക്ക് വിധേയമാണ് അവിടെ. കാത്തിരുന്ന് കാണാം.